വെൽക്കം ടു സിമീസ് നാടൻ കിച്ചൻ. നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് കുരുമുളക് എങ്ങനെയാണ് വൃത്തിയാക്കി എടുക്കുന്നതെന്നാണ് കേട്ടോ. അപ്പോൾ ഞാനീ കാണിക്കുന്നത് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നമുക്ക് കുറച്ച് കുരുമുളകേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് കുരുമുളകൊക്കെ ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ എന്താ സാധാരണ ചെയ്യലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ആകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഉതിർത്തെടുക്കും. പക്ഷെ ഇത് കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പണി നടക്കത്തുള്ളൂ കേട്ടോ. ഇത് ഒരുപാട് കുരുമുളകൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചവിട്ടി മെതിച്ച് തന്നെ എടുക്കണം കേട്ടോ ഇത്. അപ്പം ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചിട്ടോ. അപ്പോൾ ഞാനിത് കൈ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ കുറച്ചൊക്കെ ഉള്ളതാണെങ്കിൽ കൈ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഉതിർത്തെടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് കൈ കൊണ്ട് ആക്കി വെച്ചതാട്ടോ ഇത്. പക്ഷേ ഇത് കുറച്ച് മെനക്കേടാണ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കുറേ നേരം നീ ചെയ്യേണ്ടി വരും. പക്ഷെ നല്ല വൃത്തിയായിരിക്കും അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കേട്ടോ. ഇതുപോലെ ഇനി കാലും കൊണ്ട് എങ്ങനെയാണ് ഇത് ചവിട്ടി മെതിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇത് കാലും കൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാനിവിടെ തറയിലൊരു ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചാക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചാക്കിൻ്റെ മുകളിലേക്കാണ് ഇട്ട് വെക്കുന്നത് കേട്ടോ. വളരെ കുറച്ച് കുരുമുളകേ ഉള്ളൂ. അപ്പം ഞാൻ പകുതി ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ പൊക്കത്തേക്ക് കയറി നിൽക്കും കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ചവിട്ടും. ഇതിങ്ങനെ ആക്കുമ്പോൾ ഇതിൽ നിന്ന് ഈ കുരുമുളക് ഉതിർന്ന് വരും. ഇത് കുറച്ച് സമയം ഇങ്ങനെ ആക്കണം, അപ്പോഴേ അത് വരത്തുള്ളൂ. ചതഞ്ഞൊന്നും പോകത്തൊന്നുമില്ല കേട്ടോ. നമ്മൾ അത്രയ്ക്ക് ഫോഴ്സ് ഒന്നും ഇതിൽ കൊടുക്കുന്നില്ല. ഇത് കണ്ടോ, പൊഴിഞ്ഞു വരുന്നുണ്ടോ? ഇതുപോലെ മൊത്തത്തിൽ ഇങ്ങനെ പൊഴിഞ്ഞു വരും കേട്ടോ. ഇപ്പം ഇതിൽ കുറേയൊക്കെ ഉതിർന്ന് വീണിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് നമുക്കൊന്ന് കുറച്ചൊന്ന് മാറ്റാം. ആദ്യമേ ഇതൊന്ന് ഈ പൊഴിഞ്ഞു വീഴാത്തുണ്ടല്ലോ അത് ഇതിൽ ഇത് മാറ്റിയ ശേഷം മാറ്റാം കേട്ടോ. ഈ ഉതിർന്ന് കിടക്കുന്നത്, ഈ ഉതിർന്ന് വീണത് നമുക്കൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കി നമുക്ക് ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ചവിട്ടി മെതിക്കാം. എളുപ്പം പണി കഴിഞ്ഞില്ലേ. മറ്റേ കൈ കൊണ്ടാകുമ്പോൾ കുറച്ച് താമസമുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ ആക്കി വെച്ചാൽ മതി കേട്ടോ. അതാണ് നല്ലത്. ഒന്നും കൂടി ഇടാം. 2-3 പ്രാവശ്യം ഇങ്ങനെ മാറ്റുമ്പോഴാണ് ഇത് ഫുള്ളായിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ആക്കിയെടുക്കട്ടെ കേട്ടോ. ആ കുരുമുളക് മുഴുവനായിട്ട് ഞാൻ ഉതിർത്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ പച്ചവെള്ളത്തിലൊന്ന് കഴുകിയെടുത്തു. അപ്പോൾ ഇതിൻ്റെ പുറത്തൊക്കെ നല്ലപോലെ അഴുക്കുണ്ടായിരുന്നു കേട്ടോ. അത് ഒരു പ്രാവശ്യം കഴുകുകയുള്ളൂ. അതിന് ശേഷം ഇത് ഞാൻ ചൂടുവെള്ളത്തിലേക്ക് ഇടാൻ പോവാണ്. ഇത് ചൂടുവെള്ളത്തിൽ കഴുകാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റൗവിൽ തന്നെ ഇരിക്കുക കേട്ടോ. ഇതിലേക്ക് തണുത്ത വെള്ളത്തിൽ കഴുകി വെച്ചിരിക്കുന്ന കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഫ്ലെയിം ഓണായിട്ട് തന്നെ ഇരിക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം അതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചൂടുവെള്ളത്തിൽ കഴുകുമ്പോഴത്തേക്കാണ് ആ കുരുമുളകിന് നല്ല ഒരു ബ്ലാക്ക് കളർ വരുന്നത് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഒരു ബ്ലാക്ക് കളർ അതിനുണ്ടാവത്തില്ല. ഇതൊരു 2 മിനിറ്റ് നേരമൊക്കെ ഇതുപോലെ ഇങ്ങനെ ചൂടുവെള്ളത്തിൽ കഴിക്കാൻ മതിയാകും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതൊരു അരിപ്പപാത്രത്തിൽ കൂടെ അരിച്ചെടുക്കാം. ഇങ്ങനെ ഇതുപോലെ എല്ലാം വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്കിത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം. ഇത് ഇതുപോലെ ഷീറ്റിലിട്ടിട്ട് നിരത്തണം. ഇതുപോലെ നിരത്തിയിരുന്നു കേട്ടോ. ഇത് ഇങ്ങനെ നമ്മളത് ഉണങ്ങി കിട്ടുന്ന വരെ വെയിലത്തിട്ടിട്ട് ഇത് നല്ല ബ്ലാക്ക് കളർ ആകുന്നത് വരെ നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഇതുപോലെ കേട്ടോ. ഇതിപ്പോൾ 5ാമത്തെ ദിവസം കേട്ടോ. അപ്പോൾ നമ്മുടെ കുരുമുളക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മളിതുപോലെ ചൂടുവെള്ളത്തിൽ കഴുകി വയ്ക്കുന്നത് കൊണ്ടാണ് ഇത്രയും നല്ല കറുപ്പ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിന്. ഈ പാത്രത്തിലായിരുന്നു നമ്മൾ എടുത്ത് വെച്ചിരുന്നത് ആദ്യമേ. അപ്പോൾ ഇത് ഫുള്ളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഉണങ്ങി വന്നപ്പോൾ ഇതിൻ്റെ ഒരു പകുതി ഉള്ളൂ. ഇപ്പോൾ പകുതി എന്ന് തന്നെ പറയാനില്ല, അത്രയും ചുരുങ്ങി ഉണങ്ങിയിട്ട് കേട്ടോ. ഇനി ഇത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതൊന്നും നമുക്കൊന്ന് പാറ്റിയെടുക്കണം. ഇതിൻ്റെ അകത്ത് ഒത്തിരി അഴുക്കൊക്കെ കാണും ഇതിൻ്റെ അകത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചീത്ത കുഞ്ഞി കുരുമുളകൊക്കെ ഉണ്ടാവുമല്ലോ,
ചീത്തയായിട്ടുള്ളതൊക്കെ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കളയണമെന്നുണ്ട്, അതൊക്കെ ഒന്ന് കളയണം. നമ്മൾ കൈ കൊണ്ടാണിത് ഓരോന്നോരോന്ന് ഇളക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് നോക്കിയിട്ടൊക്കെ അഴുക്ക് കുരുമുളകൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ടൊക്കെ ഒന്ന് എടുത്തേച്ചാൽ മതി. നമ്മൾ കാലും കൊണ്ട് ചവിട്ടിയൊക്കെ എടുത്തതെന്നല്ലോ രണ്ടാമത്തെ പ്രാവശ്യം. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് എന്താ പറയുക അഴുക്ക് കുരുമുളകൊക്കെ വീണിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ കഴുകുമ്പോൾ അതൊന്നും പോകത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് നമ്മളിങ്ങനെ പാറ്റുമ്പോഴാണ് അത് പോകുന്നത്. ഞാൻ ഇതുപോലെ ഇങ്ങനെ മുറത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഇങ്ങനെ ആക്കുക. അങ്ങനെ ആക്കുമ്പോൾ കണ്ടോ ഫ്രണ്ടിലേക്ക് അഴുക്കായിട്ടുള്ള ചില ഒട്ട് കുരുമുളകൊക്കെ ഉണ്ടാവും, അതായത് ഇതുപോലത്തേക്ക് ഇതുണ്ട്. ഇതിനകത്തൊന്നും ഒന്നുമില്ല. അങ്ങനത്തെ കുരുമുളകൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആക്കുമ്പോൾ പോരും കേട്ടോ. എനിക്കിത് കാണിക്കാൻ അത്ര വലിയ വിഷമില്ല. ഞാൻ സാധാരണ ഇവിടെ ഒരു ചേച്ചി വരും, ആ ചേച്ചിനെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. അപ്പോൾ അവർ വന്നിട്ട് കാണിക്കാൻ തന്നപ്പോഴത്തേക്ക് അവർ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ മമ്മി ഉണ്ടെങ്കിൽ മമ്മി ചെയ്തു തരും എനിക്ക്. ഇങ്ങനെ കണ്ടോ ചീത്ത വരുന്നത് കണ്ടോ ഇതുപോലെ. എന്നിട്ട് ബാക്കി നല്ലത് മാത്രം നമുക്ക് ഇങ്ങോട്ട് എടുത്തേച്ചാൽ മതി. കുറച്ചൊക്കെ ഉണ്ടാവത്തുള്ളൂ ഇതിൻ്റെ അകത്ത് അങ്ങനെ അഴുക്കായിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്കിതൊരു ടിന്നിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ കുരുമുളക് ഉണക്കുന്ന അത് അറിയാൻ പാടാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഞാൻ ചെയ്ത മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.